നമസ്കാരം. ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം നൽകി നിക്ഷേപകരെ വഞ്ചിച്ച അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെയുള്ള പരാതികൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും അൽ മുക്താദിറിനെതിരെ പരാതിയുമായി നിക്ഷേപകർ എത്തി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ മാത്രം 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അൽ മുക്താദിർ തട്ടിപ്പിനെതിരെയുള്ള 30-ൽ പരം FIRകൾ മറുനാടനും ശേഖരിച്ചിട്ടുണ്ട്. വയോധികരും തട്ടിപ്പിനിരയായി എന്നാണ് വെള്ളൂർ സ്വദേശിനിയായ 62-കാരിക്ക് 14 ലക്ഷം രൂപയും പള്ളിപ്പുറം സ്വദേശിയായ 72-കാരന് 21,77,053 രൂപയുമാണ് നഷ്ടമായത്. ഇവരുടെ പരാതികളിലാണ് പോലീസ് കേസെടുക്കുന്നത്. 2024 മാർച്ചിലാണ് പരാതിക്കാരി അൽ മുക്താദിർ ജ്വല്ലറിയുടെ പുള്ളിമൂട് ബ്രാഞ്ചിലെ സ്വർണ്ണ സമ്പാദ്യ സ്കീമിൽ പണം നിക്ഷേപിക്കുന്നത്. 11 മാസമായിരുന്നു നിക്ഷേപത്തിൻ്റെ കാലാവധി. ഈ കാലയളവിൽ നിക്ഷേപത്തിൻ്റെ ലാഭവിഹിതവും കാലാവധി കഴിയുമ്പോൾ തുകയും നൽകാം എന്നായിരുന്നു വാഗ്ദാനം ചെയ്തത്. കരാർ ഒപ്പിട്ടാണ് ജ്വല്ലറി നടത്തിപ്പുകാർ പരാതിക്കാരിയിൽ നിന്നും പണം കൈപ്പറ്റിയത്. 14 ലക്ഷം രൂപയാണ് 62-കാരിയായ ഇവർ നിക്ഷേപിച്ചത്. തുടർന്ന് 2024 ഓഗസ്റ്റ് മാസത്തിൽ പരാതിക്കാരിയുടെ ബന്ധുവിനെ കൂടി പദ്ധതിയിൽ ചേർക്കുകയായിരുന്നു. 2,81,776 രൂപയാണ് ഇവർ നിക്ഷേപമായി നൽകിയത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ഇവർക്ക് നിക്ഷേപ തുകയോ ലാഭവിഹിതമോ ലഭിച്ചില്ല എന്നാണ് പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് വെള്ളൂർ സ്വദേശികളായ സ്ത്രീകളുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 1860-ലെ 406, 417, 420, 434 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പള്ളിപ്പുറം സ്വദേശിയായ 72-കാരൻ്റെ പരാതിയിലും കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 21,77,053 രൂപയാണ് പരാതിക്കാരന് നഷ്ടമായത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പരാതിക്കാരൻ സ്ഥാപനത്തിൻ്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നത്. നിക്ഷേപത്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ലാഭവിഹിതവും തുകയും ലാഭവിഹിതത്തിന് അനുസൃതമായ തുകയ്ക്ക് പണിക്കൂലിയില്ലാതെ പുതിയ സ്വർണം നൽകും എന്നുമായിരുന്നു വാഗ്ദാനം. 500 രൂപയുടെ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. 2 തവണകളായാണ് പരാതിക്കാരനിൽ നിന്നും പണം കൈപ്പറ്റിയത്. 10 ലക്ഷം രൂപയാണ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പരാതിക്കാരൻ ആദ്യം ട്രാൻസ്ഫർ ചെയ്തത്. തുടർന്ന് 2024 സെപ്റ്റംബറിൽ 11,77,530 രൂപയും കൈമാറി. 11 മാസമായിരുന്നു നിക്ഷേപത്തിൻ്റെ കാലാവധി. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും കരാറിൽ പറഞ്ഞതുപോലെ ലാഭവിഹിതമോ തുകയോ നാളിതുവരെയായി ലഭിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം മാത്രം 2 കേസുകളാണ് അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനകം 30-ൽ പരം FIRകൾ മറുനാടൻ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ കല്ലമ്പലത്ത് ബഡ്സ് ആക്ട് അടക്കം ചുമത്തിയാണ് അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ നാളിതുവരെ പ്രതികളെ പിടികൂടാനോ തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായ തുക കണ്ടെത്തി നൽകാനോ ഉള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടില്ല. അൽ മുക്താദിറിനെതിരെ വാർത്ത നൽകാൻ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ മടിക്കുമ്പോഴും തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മറുനാടനായിരുന്നു. പരാതികൾ പരിശോധിക്കുമ്പോൾ തന്നെ തട്ടിപ്പിൻ്റെ വ്യാപ്തി വ്യക്തമാകും. എന്നാൽ കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തത് ദുരൂഹമായി തുടരുകയാണ്. തട്ടിപ്പിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ നിക്ഷേപകർക്ക് നഷ്ടമായ തുക തിരിച്ചു ലഭിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് പറയുമ്പോഴും സ്ഥാപനത്തിൻ്റെ പല ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്.